നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കാസർഗോഡ് മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സപ്തഭാഷാ സംഗമഭൂമി, കേരളത്തിന്റെ വടക്കേയറ്റത്തെ രാഷ്ട്രീയ കവാടം കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പോരാട്ടം മുറുകുന്നത് വെറുമൊരു സീറ്റിന് വേണ്ടിയല്ല, മറിച്ച് ഭാഷാ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കിടയിൽ ആര് തങ്ങളുടെ രാഷ്ട്രീയം ആധിപത്യം ഉറപ്പിക്കുമെന്നറിയുന്നതിന് വേണ്ടിയാണ്. UDF-ലെ മുസ്ലിം ലീഗിന്റെ ഉരുക്ക് കോട്ടയായ കാസർഗോഡ് ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കല്ലട്ര മാഹിനിലൂടെ കോട്ട കാക്കാൻ UDF സർവ്വസന്നാഹങ്ങളുമായി പോരാടുമ്പോൾ BJP ദേശീയ മുഖമായ ML അശ്വിനി താമര വിരിയിക്കാൻ കാസർഗോഡ് ലക്ഷ്യമിടുന്നു. ഇതിനിടയിൽ ഷാനവാസ് പാദൂർ എന്ന സ്വതന്ത്രനിലൂടെ അട്ടിമറി വിജയം സ്വപ്നം കാണുന്ന ഇടതുപക്ഷവും. ത്രികോണ പോരാട്ടത്തിന്റെ തീച്ചൂളയിലുള്ള കാസർഗോഡിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കാണ് പിടിതരിക? UDF, കല്ലട്ര മാഹിൻ, മുസ്ലിം ലീഗ്, ശക്തി എന്തൊക്കെയാണെന്ന് നോക്കാം. മുസ്ലിം ലീഗിന്റെ ജില്ലാ ട്രഷററാണ് അദ്ദേഹം. മണ്ഡലത്തിലെ താഴ്ത്തട്ടിലുള്ള പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി. ലീഗിന്റെ സംഘടനാ കരുത്താണ് പ്രധാനപ്പെട്ട ആയുധം. പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? എന്നെ നെല്ലിക്കുന്നിന് പകരം എത്തുന്ന പുതിയ മുഖം എന്നുള്ള നിലയ്ക്ക് വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കാൻ ഇതുവരെ കഴിഞ്ഞു, ഇനി അങ്ങനെ കഴിയും? വിഭാഗീയതകൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടിനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്ത് പ്രബലമാണ്. NDAയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ML അശ്വിനി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ ശക്തി എന്ന് പറയുന്നത് BJP മഹിളാ മോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ്. കന്നഡ, മലയാളം ഭാഷകളിൽ ഒരുപോലെയുള്ള പ്രാവീണ്യമാണ്. അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പ്രചാരണത്തിൽ. മണ്ഡലത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വലിയ സ്വാധീനവും അവർക്ക് ഗുണകരമാണ്. കഴിഞ്ഞ തവണ BJP രണ്ടാമതെത്തിയ മണ്ഡലമാണ് ഇത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ആ രണ്ടാമത്തെ വരവിനെ ഈ ശ്രീധരൻ ഇഫക്റ്റ് പോലെയൊക്കെ ചിലർ ഉപമിക്കുകയും ചെയ്തിരുന്നു. വെല്ലുവിളി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ UDF-ന്റെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ്. LDF-ലേക്ക് വരികയാണെങ്കിൽ ഷാനവാസ് പാദൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ശക്തി എന്തൊക്കെയാണ്? ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ ശക്തി. ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയാണ് CPIM അവിടെ ലക്ഷ്യമിടുന്നത്. പ്രാദേശികമായി ഷാനവാസിനുള്ള സ്വീകാര്യതയും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വെല്ലുവിളി നോക്കേണ്ടത് എന്താണ്? മൂന്നാം സ്ഥാനത്തുള്ള ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ ജയസാധ്യതയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയ ഹിമാലയൻ ടാസ്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഭാഷാ ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. കാസർഗോഡ് നഗരസഭയിലും പരിസരത്തുമൊക്കെയുള്ള കന്നഡ സംസാരിക്കുന്ന വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള ചോദ്യം ഉയരുന്നു. അശ്വിനിയുടെ സ്ഥാനാർത്ഥിത്വം ഈ വോട്ടുകൾ BJPയിലേക്ക് ഏകീകരിക്കാൻ BJPയെ സഹായിക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ട്. മുസ്ലിം ലീഗ് കോട്ടയിലെ വിള്ളൽ അത് നമ്മൾ നോക്കേണ്ടതാണ്. എന്നെ നെല്ലിക്കുന്നിനെ മാറ്റി നിർത്തിയത് ലീഗ് വോട്ടുകളെ ബാധിക്കുമോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന സ്വതന്ത്രൻ ലീഗിൻ്റെ എത്ര വോട്ടുകൾ ചോർത്തും എന്നുള്ള കാര്യം LDF-നെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കാസർഗോഡിനെ സംബന്ധിച്ചിട്ട് വികസനത്തെക്കുറിച്ചും വികസനത്തിൻ്റെ മുരടിപ്പിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ പ്രബലമാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും എന്നും പോലെ ഈ സമയത്തും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളായിട്ട്, ജനകീയ വിഷയങ്ങളായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിർത്തിയിലെ യാത്രാക്ലേശങ്ങൾ, ഇതെല്ലാം ഈ വിഷയങ്ങളിലൊക്കെ സർക്കാരും ജനപ്രതിനിധിയും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയരുന്നു. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാഗ്ദാനങ്ങൾ ഒരു ഭാഗത്ത് വരികയും ചെയ്യുന്നു. എന്തായാലും രണ്ടാം സ്ഥാനം ആർക്ക് എന്നുള്ള ചോദ്യം അതും കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ BJP രണ്ടാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ LDF സ്വതന്ത്രനെ ഇറക്കിയതോടുകൂടി മത്സരം ത്രികോണാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതോ UDF-ഉം NDAയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് അത് മാറുന്നു എന്ന സൂചനയും ചില ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. UDF-നോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം നെല്ലിക്കുന്നിനെ മാറ്റിയത് പരാജയഭീതി കൊണ്ടാണോ എന്നുള്ളതാണ്. കല്ലട്ര മാഹിന് ലീഗിനുള്ളിലെ അതൃപ്തികൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരുന്നു. NDAയോട് ചോദിക്കാനുള്ള ചോദ്യം ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ മാത്രം വിശ്വസിച്ചാണോ അശ്വിനി BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെക്കാൾ കാസർഗോഡ് BJPക്ക് എന്താണ് പ്രതീക്ഷ നൽകുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. LDF-നോട് ചോദിക്കാനുള്ള ചോദ്യം എപ്പോഴൊക്കെ കാസർഗോഡ് മത്സരം കടുക്കുന്നുവോ അപ്പോഴൊക്കെ LDF വോട്ട് BJPയിലേക്ക് മറിയുന്നു എന്നുള്ള UDF-ന്റെ ആരോപണത്തിന് എന്ത് മറുപടിയുണ്ട് എന്നുള്ളതാണ്. ഇതിന് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിലൂടെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാസർഗോഡ് നിന്ന് ഉയരുന്ന ഈ ചോദ്യങ്ങൾ അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലുമുണ്ട്. ആ വോട്ടർമാരുടെ ഹിതത്തിന് അഥവാ ജനഹിതത്തിന് വിധി വിട്ടുകൊണ്ട് നന്ദി, നമസ്കാരം.